ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിസ് മൈക്രാഫ്റ്റ്. ഐ ആം ജിഷ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ അമ്മ സ്പെഷ്യൽ ഹെയർ ഓയിലാണ്. എൻ്റെ അമ്മ എനിക്ക് ചെയ്തു തരുന്ന ഒരു ഹെയർ ഓയിലാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് 100% നാച്ചുറലാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 5-6 വർഷമായിട്ട് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലാണ്. ആഴ്ചയിൽ 3 ദിവസം യൂസ് ചെയ്യും. പിന്നെ ഞാനിപ്പോൾ നാട്ടിലാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ നാട്ടിൽ വരുമ്പോൾ ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ ഈ പ്രാവശ്യം ഞാൻ ആ ഓയിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിച്ച് ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കുളിച്ചിട്ട് യൂസ് ചെയ്യുക, അതിലൊരു ചെറിയൊരു കളർ വരും, യെല്ലോയിഷ് കളർ വരും. മൈലാഞ്ചി എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുളിച്ച് തോർത്തുന്ന തോർത്ത് അത് ഒരു ഓൾഡ് തോർത്തെല്ലാം ടവൽ യൂസ് ചെയ്താൽ നന്നായിരിക്കും. അതിൽ കളർ വരും. അതുപോലെ തന്നെ പില്ലോ കവറിലും ജസ്റ്റ് കളർ വരാൻ ചാൻസസ് വളരെ ഏറെ ഉണ്ട്. അതുകൊണ്ട് അത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ 2 കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് അന്ന് തന്നെ കഴുകി നല്ല മസാജ് ചെയ്തിട്ട് ഒരു 2 hours വെച്ചിട്ട് വേണം അത് കഴുകി കളയാൻ. അത് ഒത്തിരി സ്ട്രോങ് അല്ലാത്ത ഷാമ്പു യൂസ് ചെയ്തിട്ട് വേണം കഴുകി കളയാൻ. അല്ലാതെ ഒരു ദിവസം തലയിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് അത് ചുമ്മാ ഷാമ്പു യൂസ് ചെയ്യാതെ വാഷ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതാണ് ഹെന പ്ലാന്റ് മൈലാഞ്ചി. തുളസി ഇങ്ങനെ ഒരു പിടി വേണം നമുക്ക്. ഇങ്ങനെ പിടിച്ച ഒരു പിടി തുളസി, അത്ര തന്നെ മൈലാഞ്ചി വേണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി പറിച്ചെടുക്കാനുണ്ട്. ജസ്റ്റ് ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എടുത്തേക്കണേ. കറി ലീഫും അതുപോലെ തന്നെ ഒരു പിടി വേണം, തുളസി എടുത്തതുപോലെ. ഇതിത്രയും മതി. എല്ലാം വാഷ് ചെയ്തിട്ട് നമ്മൾ ഉണങ്ങാൻ വെക്കണം. ഒരു 1 വീക്ക് ഉണങ്ങാൻ വെച്ചിട്ട് അത് പൗഡറാക്കും. എൻ്റെ കയ്യിൽ ചെറിയ മിക്സി ജാറാണ് ഉള്ളത്. ഞാൻ ഇതിലാണ് പൊടിച്ചെടുക്കണേ. നിങ്ങളതിൽ വലിയ ജാറുണ്ടെങ്കിൽ അത് പൊടിച്ചെടുക്കാം.
ഹെയർ ഓയിലിന് ആവശ്യമായിട്ടുള്ള പൗഡർ റെഡിയായി. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തുളസി, കറിവേപ്പില, മൈലാഞ്ചി, ഭൃംഗരാജ്, കയ്യുണ്ണി ഇതെല്ലാം നല്ല ഉണങ്ങി പൊടിച്ച് നമുക്ക് ഹെയർ ഓയിലിന് ആവശ്യമായിട്ടുള്ള പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൗഡറിലേക്ക് ജസ്റ്റ് ഓയിൽ ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ അടുത്ത് നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ, ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അതല്ല, വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് പാരച്യൂട്ട് ഓയിൽ യൂസ് ചെയ്യാം. നമ്മളൊരു ഗ്ലാസിൻ്റെ കുപ്പി എടുക്കുക. അത് നന്നായി വാഷ് ചെയ്തിട്ട് അതിൽ ഒട്ടും വെള്ളം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, നന്നായി ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൗഡർ അതിലേക്ക് ഇടുക. അതിലേക്ക് പൗഡർ ഇട്ടിട്ട് നമ്മൾ പാരച്യൂട്ട് ഓയിൽ ഒഴിക്കണം. ഈ വെളിച്ചെണ്ണ നമ്മൾക്ക് ഒരുപാട് 1 ഇയർ വരെ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ വെച്ചാൽ വെളിച്ചെണ്ണ തീരുമ്പോൾ നമ്മൾ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഡാർക്കായിട്ടുള്ള ഓയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ കളർ കുറയുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് നമ്മൾ വേറെ പൗഡർ ഉണ്ടാക്കണമെന്ന്. അതുവരെ നമുക്ക് ആ പൗഡർ യൂസ് ചെയ്തിട്ടേ ഇരിക്കാം. നോക്കൂ, ഞാൻ പൗഡർ ഇട്ടിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി ഡാർക്കായിട്ടിരിക്കും. നമ്മുടെ നാച്ചുറൽ ഹെയർ ഓയിൽ റെഡി. എല്ലാവരും ഈ ഓയിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ഈസിയാണ്. മെയിനായിട്ട് തുളസി, കറിവേപ്പിലയും പിന്നെ മൈലാഞ്ചിയും മതി. ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. വേറെ എല്ലാം വേണമെന്നില്ല. കറ്റാർവാഴയും ഭൃംഗരാജൊന്നും വേണമെന്നില്ല, അതെല്ലാം ഓപ്ഷണലാണ്. ഇതെല്ലാം ബാക്കി 3 ഇൻഗ്രീഡിയൻസും നമുക്ക് വളരെ സുലഭമായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്നതല്ലേ. അതുകൊണ്ട് എല്ലാവരും ചെയ്തു നോക്കണം. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഭൃംഗരാജ് അഥവാ മലയാളത്തിൽ എൻ്റെ നാട്ടിലൊക്കെ പറയുന്ന കയ്യുണ്ണി എന്നാണ്. കയ്യുണ്ണിയും ഓപ്ഷണലാണത്. കയ്യുണ്ണിയും കറ്റാർവാഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂട്ടി എടുത്തിട്ട് എല്ലാം ഒരു പിടിയാണ് ഞാൻ, കൈക്ക് 1 പിടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു പിടി നന്നായി ഉണങ്ങിയിട്ട് ഒരാഴ്ച വെയിലിൻ്റെ അനുസരിച്ചിരിക്കും. അത് നന്നായി ഉണങ്ങി പൊടിച്ച് അതിലേക്ക് ഓയിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാച്ചുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ കാച്ചണ മുമ്പ് നമുക്ക് കൺഫ്യൂഷൻ വരുമല്ലോ, നമ്മൾ കാച്ചുമ്പോൾ ശരിയാവില്ല, അങ്ങനെ ഒരു ഇതൊക്കെ വരും. ഇത് കാച്ചുന്ന ഓയിലല്ല. അതങ്ങനെ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.